നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി 2ാം സെമസ്റ്ററുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മൈനർ കോഴ്സാണ് പ്രവാസവും സാഹിത്യവും എന്നത്. അതിൽ പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് ശ്വാസം എന്നത്. സന്തോഷ് എച്ചിക്കാനം എഴുതിയ കഥയാണ് ശ്വാസം എന്നത്. ആ കഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. നമുക്ക് സന്തോഷ് എച്ചിക്കാനത്തെ കുറിച്ച് അറിയാം. നമ്മൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തുകളിലെ പ്രധാനപ്പെട്ട ഒരാളാണ് സന്തോഷ് ഏച്ചിക്കാനം. 1971 കാസർഗോഡ് ജില്ലയിലെ ഏച്ചിക്കാനത്ത് അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ, ധാരാളം കൃതികളുണ്ട്, എങ്കിലും 1-2 കൃതികൾ മാത്രം ഓർത്തു വെക്കുക. ബിരിയാണി, ശ്വാസം, ഇടുക്കി ഗോൾഡ് തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. ഈ സമകാലീന സംഭവങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള രചനകളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരക്കഥാ രചനയും അദ്ദേഹം നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി പോകുന്നത് ഈ ശ്വാസം എന്ന കഥയിലേക്കാണ്. കഥയെക്കുറിച്ച്, അതിന്റെ കഥ എന്താണെന്ന് നമ്മൾ വളരെ ചുരുക്കമായിട്ട് പറയുകയും പിന്നീട് അതിലെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെ കുറിച്ച് മാത്രം വിശകലനം ചെയ്യുകയും ചെയ്യാണ്. നമുക്കറിയാം, ഈ കഥ എന്ന് പറയുന്നത് വികാസ് റോയ് എന്ന പേരുള്ള ഒരു കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് സന്തോഷ് ഏച്ചിക്കാനം അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കഥയാണ്. വികാസ് റോയിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയിട്ട് നീണ്ട 60 വയസ്സ് വരെ അദ്ദേഹം പാർട്ടിക്ക് ചെറുപ്രായം മുതൽ 60 വയസ്സ് വരെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ജീവിക്കുകയാണ്. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്. പക്ഷെ തന്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പോലും അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടില്ല. ഭാര്യ ഇതിന്റെ പേരിൽ അദ്ദേഹത്തോട് പരിതപിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭാര്യ പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് മാറി സ്വന്തം വീട്ടിലേക്ക് ഭാര്യ പിണങ്ങി പോകുന്നു. പിന്നീട് ഒറ്റപ്പെട്ട ഒരു ജീവിതം അദ്ദേഹം നയിക്കുകയാണ്. അങ്ങനെ എല്ലാ വർഷവും ഇവിടെയുള്ള ട്രേഡ് യൂണിയനിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വികാസ് റോയിയെ തന്നെ ട്രേഡ് യൂണിയന്റെ നേതൃനിരയിലേക്ക് നേതാവായിട്ട് വികാസ് റോയിയെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഭാര്യയുടെ പരാതിയും ജീവിതത്തിൽ ഒറ്റപ്പെടലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും വികാസ് റോയ് തീരുമാനിക്കുകയാണ് താൻ ഈ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്നും രാജിവെക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർഷിക സമ്മേളനത്തിൽ തന്റെ രാജി പ്രഖ്യാപിച്ചിട്ട് വികാസ് റോയ് അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. ബാക്കി നേതാക്കന്മാരൊക്കെ വികാസ് റോയിയോട് പറയുന്നുണ്ട് ഇതിൽ നേതാവായി തന്നെ തുടരണമെന്ന് പറയുമ്പോൾ അതൊക്കെ നിരാകരിച്ചുകൊണ്ട് വികാസ് റോയ് അവിടെ നിന്നും ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ അദ്ദേഹം ഭാര്യയെ വിളിച്ചു പറയാണ്, ഞാൻ വരികയാണ്, എല്ലാം ഉപേക്ഷിച്ച് വരികയാണെന്ന് പറയാം. ഭാര്യയ്ക്കും ഒത്തിരി അധികമായിട്ട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വികാസ് റോയെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ഒരു ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം അദ്ദേഹത്തെ വളരെ അധികമായിട്ട് അദ്ദേഹം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹം അവിടെ നിന്നും ആ പാർട്ടി മീറ്റിങ്ങിനിടയിൽ നിന്നും രാജിവെച്ച് ഇറങ്ങി അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് ട്രെയിനിലേക്ക് യാത്ര തിരിക്കാൻ വേണ്ടി പോവുകയാണ്. ട്രെയിനിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കുമ്പോൾ ആ ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിലിന് വരുന്ന കുറെ തൊഴിലാളികളെ അദ്ദേഹം കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം കയറിയ കമ്പാർട്ട്മെന്റിൽ തന്നെ കുറെ അധികം തൊഴിലാളികൾ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അവരുടെ കാലിന്റെ നഖവും ഒക്കെ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമെന്ന് കൃത്യമായിട്ട് സന്തോഷ് ഏച്ചിക്കാനം കഥയിൽ വരച്ചു വെക്കുന്നുണ്ട്. പാവപ്പെട്ട തൊഴിലാളികൾ അവർ കേരളത്തിലേക്ക് പണത്തിന് വേണ്ടിയിട്ട് വരികയാണ്. അവരെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് സോമരാജൻ എന്ന പേരുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇവരെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഇവരെ കൊണ്ട് സംസാരിക്കുന്നതൊക്കെ അദ്ദേഹം ട്രെയിനിൽ വെച്ച് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സോമരാജന് ഇദ്ദേഹത്തെ അടുക്കൽ സംസാരിക്കാൻ വരുമ്പോൾ ഇദ്ദേഹം ഈ വികാസ് റോയ് അധികമായിട്ട് സോമരാജനോട് സംസാരിക്കാനും ശ്രമിക്കുന്നില്ല. അദ്ദേഹം ഈ വികാസ് റോയ് ട്രെയിനിലുള്ള ബാക്കി പാവപ്പെട്ടവരായിട്ടുള്ള ബാക്കി തൊഴിലാളികളുടെ അടുക്കലൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇതില് ഇവരുടെ പാവപ്പെട്ട തൊഴിലാളികളുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് മനം വേദനിക്കുകയാണ്, മനം നൊന്ത് പോവുകയാണ്. അവരുടെ അവസ്ഥകൾ കണ്ടിട്ട് അദ്ദേഹം വീണ്ടും തന്റെ പാർട്ടിയിലെ എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് പോവുകയായിരുന്നു. പക്ഷെ അദ്ദേഹം വീണ്ടും തന്റെ പാർട്ടി നേതാവിനെ വിളിച്ച് പറയുകയാണ്, ഞാൻ അടുത്ത വർഷത്തേക്ക് വീണ്ടും ഞാൻ പാർട്ടിയുടെ ഈ തൊഴിലാളി യൂണിയന്റെ നേതാവായിട്ട് ഞാൻ തുടർന്നു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശ്വാസതടസ്സത്തിനിടയ്ക്കും അദ്ദേഹം ഫോൺ വിളിച്ച് ഇദ്ദേഹത്തെ തന്റെ പാർട്ടി നേതാവിനെ അറിയിക്കുകയും ചെയ്യാണ്. വീണ്ടും അദ്ദേഹം തൊഴിലാളികൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയും ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഈ ട്രെയിനിൽ രാത്രി കിടക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് അമിതമായിട്ടുള്ള ഈ ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെ കാറ്റ് ഊതി വീർപ്പിക്കുന്ന തലയണയുണ്ട് ട്രെയിനിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഊതി വീർപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും കിടക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്തിട്ടും അദ്ദേഹത്തിന് അത് ഊതി വീർപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഭൂപൻ എന്ന പേരുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് അത് ഊതി വീർപ്പിച്ച് കൊടുക്കുകയും ആ തലവണ വെച്ചിട്ട് ആ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇത് ഞാൻ കിടക്കുന്നത് ആ തല വെക്കാൻ പോലും മറ്റൊരാളുടെ ഒരു ശ്വാസം എനിക്ക് വേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെയാണ് കഥ അവസാനിപ്പിക്കുക ചെയ്യുന്നത്. അതായത് പാവപ്പെട്ട ആളുകളുടെ, പ്രവാസികളായിട്ട് ജീവിക്കുന്ന പാവപ്പെട്ട അന്യനാട്ടിൽ പോയി ജീവിക്കേണ്ടിരുന്ന പാവപ്പെട്ട ആളുകളുടെ ജീവിതത്തെ വികാസ് റോയിലൂടെയും ഭൂപനിലൂടെയൊക്കെ വരച്ചു വെച്ചുകൊണ്ടാണ് സന്തോഷ് ഏച്ചിക്കാനം ഈ കഥ അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ രണ്ടാമതായിട്ട് നമ്മൾ ഇതിനെ കാണാൻ വേണ്ടി പോകുന്നത് ഇതിലെ കഥാപാത്രങ്ങളാണ്. ഓരോ കഥാപാത്രങ്ങളും ആരൊക്കെയാണ് നമ്മൾ ഇതിൽ പരിചയപ്പെടുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് നമ്മളിപ്പോ മനസ്സിലാക്കിയ വികാസ് റോയ് ആണ്. വികാസ് റോയ്
ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവാണ്. 7000-ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു വ്യവസായശാലയിലെ ട്രേഡ് യൂണിയൻ നേതാവാണ് ഈ വികാസ് റോയ്. അതുപോലെ തന്നെ 13 വർഷമായിട്ട് ട്രേഡ് യൂണിയൻ നേതാവാണ് അദ്ദേഹം. ഭയങ്കരമായിട്ടുള്ള ആസ്മരോഗത്തിന്റെ അടിമയാണ് ഈ വികാസ് റോയ്. ഇദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ പോലും, ജീവശ്വാസം എടുക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. അത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് വികാസ് റോയ്. മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് അരുണയാണ്. അരുണ ഈ വികാസ് റോയുടെ ഭാര്യയാണ്. വികാസ് റോയുടെ സ്വന്തമായ ഒത്തിരി ഇതമായിട്ട് സ്നേഹിക്കുന്ന, വികാസ് റോയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ വികാസ് റോയെ അത്രയധികമായിട്ട് അങ്ങോട്ട് സ്നേഹിച്ചിട്ട് പോലും വികാസ് റോയ്ക്ക് അല്പം പോലും സമയം സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഒരു കുഞ്ഞിനെ പോലും കൊടുക്കാൻ മാത്രം സ്നേഹം കൊടുക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ അരുണ ഇവിടെ നിന്ന് വികാസ് റോയുടെ അടുക്കൽ നിന്നും മാറി സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്യാണ്. മൂന്നാമത്തെ കഥാപാത്രമാണ് ശശിഭൂഷൺ എന്നുള്ള കഥാപാത്രം. ഇദ്ദേഹം ഈ സംഘടന നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ നേതാവാണ് ശശിഭൂഷൺ. മറ്റൊരു കഥാപാത്രം, നാലാമത്തെ കഥാപാത്രമാണ് സുധാംശു എന്നുള്ള കഥാപാത്രം. സുധാംശു ഈ വികാസ് റോയൊക്കെ ജോലി ചെയ്യുന്ന, ഈ ഒത്തിരിയേറെ ആളുകളെ ജോലി ചെയ്യുന്ന ആ കമ്പനിയിലെ സൂപ്പർവൈസറാണ്. മറ്റൊരു അഞ്ചാമത്തെ കഥാപാത്രമാണ് സോമരാജൻ എന്ന പേരുള്ള ആള്. ഈ സോമരാജൻ ബംഗാളിലെ ആളുകളെ കേരളത്തിലേക്ക് ജോലിക്കായിട്ട് കൊണ്ടുവരുന്ന ആളാണ്. ഒരു കപട നേതാവും ഒരു മുതലാളിയുമാണ് അദ്ദേഹം. ഒരു കപടതയുടെ ഒരു ആൾരൂപം എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും സോമരാജനെ. അങ്ങനെയാണ് സന്തോഷ് ഈ കഥയിൽ സോമരാജനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആറാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ഭൂപനാണ്. വികാസ് റോയിയെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുന്ന ഒരു കൗമാരക്കാരനാണ്. ഈ ഭൂപനാണ് വികാസ് റോയിക്ക് തലയണ ഊതി വീർപ്പിച്ച് കൊടുക്കുന്നതും ആ ഭൂപന്റെ ശ്വാസത്തിന്മേൽ തലവെച്ചാണ് വികാസ് റോയ് ഉറങ്ങുകയും ചെയ്യുന്നത്. ഏഴാമതായിട്ട് നമ്മൾ കാണുന്ന കഥാപാത്രം എന്ന് പറയുന്നത് പൊതുവായിട്ട് കാണുന്ന ആ ട്രെയിനിൽ കാണുന്ന ഈ ബംഗാളിലെ പാവപ്പെട്ട തൊഴിലാളികളാണ്. കേരളത്തിലേക്ക് ജോലിക്ക് വരുന്ന പാവപ്പെട്ട തൊഴിലാളികളാണ്. ഇനി ഈ കഥയിലെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ കാണുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും പ്രവാസം ചെയ്യേണ്ടി വരുന്ന ഒരു മനുഷ്യനെ, വികാസ് റോയിയാണ് നമ്മൾ കാണുന്നത്. അതായത് സ്വന്തം ആയിട്ടുള്ള താൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു പാർട്ടി, അതിനു വേണ്ടിയിട്ട് സ്വന്തം വീട്ടിൽ നിന്നും പ്രവാസിയാകേണ്ടി വരുന്ന ഒരു മനുഷ്യൻ. അതായത് സ്വന്തം വീട് അന്യവൽക്കരിക്കപ്പെട്ടു പോവാണ്. അവിടെ അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയുടെ കൂടെ താമസിക്കാനോ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാനോ അവരോട് കൂടി സന്തോഷിക്കാനോ ഒന്നും അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല. സ്വന്തം പാർട്ടിക്ക് വേണ്ടിയിട്ടും തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹം കൂടുതൽ സമയം കൊടുക്കുന്നതുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്നും പ്രവാസിയാകേണ്ടി വരുന്ന ഒരു മനുഷ്യൻ. അതായത് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വീടിനെ പോലും മറന്ന്, സ്വന്തം ആരോഗ്യം മറന്ന് അദ്ദേഹം ജോലി ചെയ്യാണ്, വികാസ് റോയ് ജോലി ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഭാര്യ പിണങ്ങി പോകുന്നു. എന്നാൽ കാരണം വീടിന് വേണ്ടിയിട്ട് അല്പം പോലും അദ്ദേഹം സമയം ചെലവഴിക്കുന്നില്ല, അതിനുവേണ്ടി വികാസ് റോയ്ക്ക് കഴിയുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഭാര്യ പിണങ്ങി പോവുകയാണ്. അതോടൊപ്പം തന്നെ തന്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിനെ നൽകാനും സാധിക്കാത്ത വ്യക്തിയായിട്ട് മാറുകയാണ് വികാസ് റോയ്. ഇതൊക്കെ കൊണ്ട് ഭാര്യ പിണങ്ങി പോവുകയാണ്. ഇദ്ദേഹത്തിന്റെ ഈ വികാസ് റോയുടെ ആരോഗ്യം മുഴുവൻ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി നൽകി അങ്ങനെ ആസ്പരോഗിയായിട്ട് മാറുകയും ചെയ്യാണ്. തിരിച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന ഒന്നുമില്ല. അദ്ദേഹത്തിന് സ്വന്തമെന്ന് പറയാൻ താൻ ഉപയോഗിക്കുന്ന ചെറിയൊരു മാരുതി കാറുണ്ട്, അതുപോലെ തന്നെ താൻ താമസിക്കുന്ന ചെറിയൊരു ഫ്ലാറ്റ് ഉണ്ട്. അത് മാത്രമേ ഇത്ര വർഷത്തോളം, ഒരു 60 വയസ്സ് വരെ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയിട്ടും ഒക്കെ ജീവിച്ചിട്ടും അദ്ദേഹത്തിന് സ്വന്തമെന്ന് പറയാനുള്ളൂ. വേറെ പിന്നെ സ്വന്തമെന്ന് പറയാൻ അദ്ദേഹത്തിനുള്ളത് ഈ ആസ്മരോഗം, അമിതമായിട്ടുള്ള ആസ്മരോഗവുമാണ് അദ്ദേഹത്തിന് ആകെ സ്വന്തമായിട്ടുള്ളത്. ബാക്കിയെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. അതായത് ആരോഗ്യം മുഴുവനും, ആരോഗ്യവും സാഹചര്യങ്ങളും എല്ലാം അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയിട്ട് നൽകുകയാണ്. ഇങ്ങനെ അദ്ദേഹത്തിന് വീട് അന്യവൽക്കരിക്കപ്പെട്ട് പോവുകയും ചെയ്യുകയാണ്. മറ്റ് ഒരു കാര്യം നമ്മൾ ഈ കഥയിൽ കാണുന്നത്, ജീവിത പങ്കാളി ഉണ്ടായിട്ടും കുടുംബത്തില് പ്രവാസിയാകേണ്ടി വരുന്ന അരുണ. അതായത് ആദ്യം നമ്മൾ കണ്ടത് വികാസ് റോയ് ഒരു വീട്ടിലെ പ്രവാസിയാകേണ്ടി വരുന്ന ഒരാളെന്ന് നമ്മൾ കണ്ടു. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് അരുണയാണ്. അരുണ ഈ വികാസ് റോയുടെ ഭാര്യയാണ്. ഈ അരുണയ്ക്ക് ജീവിത പങ്കാളിയായിട്ട് വികാസ് റോയ് ഉണ്ട്. പക്ഷെ ജീവിത പങ്കാളിയായിട്ടും കുടുംബത്തില് പ്രവാസിയാകേണ്ടി വരികയാണ്, അന്യവൽക്കരിക്കപ്പെട്ടു പോവുകയാണ് അരുണ. ഭർത്താവുണ്ട്, പക്ഷെ സദാസമയം ഈ ഭർത്താവായിട്ട് വികാസ് റോയ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണ്. ഭർത്താവിന് നൽകുന്ന നിർദ്ദേശങ്ങളൊന്നും ഭർത്താവ് വികാസ് റോയ് അല്പം പോലും പാലിക്കുന്നില്ല. വീട്ടില് അന്യവൽക്കരിക്കപ്പെടുകയും അനാഥത്വം അനുഭവിക്കപ്പെടുകയും ചെയ്യുന്ന അരുണയെയും ഈ കഥയിൽ സന്തോഷിച്ചിക്കാനും അവതരിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ കഥയിൽ കാണുന്ന കാര്യമെന്ന് പറയുന്നത്, ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിലിന് വരുന്ന തൊഴിലാളികളാണ് മൂന്നാമതായിട്ട് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് സോമരാജൻ എന്ന ആള് തുച്ഛമായിട്ടുള്ള പണം നൽകി ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് ആളുകളെ ജോലിക്ക് കൊണ്ടുവരികയാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് നിസ്സഹാരായി തീരുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് ഈ സോമരാജന്റെ വാക്കുകളും ചൂഷണങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ കേരളത്തിലേക്ക് ജോലിക്ക് വരികയാണ്. സോമരാജൻ എന്ന ഈ ആള് ആണ് ബംഗാളിൽ നിന്ന് തൊഴിലാളികളെ കൊണ്ടുവരുന്നത്. അപ്പൊ സോമരാജന്റെ പേര് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അവരെ ചൂഷണം, ഈ പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് സോമരാജന്റെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള കൂലിയൊന്നും ഈ പാവപ്പെട്ട ആളുകൾക്ക് അദ്ദേഹം കൊടുക്കുന്നില്ല. ചൂഷണം ചെയ്യപ്പെടുന്ന പ്രവാസികളുടെ പ്രതീകമായിട്ട് ബംഗാളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ ഇവിടെ കഥയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ചൂഷണം ചെയ്യപ്പെടുന്ന പ്രവാസികളുടെ പ്രതീകമായിട്ട് ബംഗാളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ അവിടെ ആയിത്തീരുകയും ചെയ്യുകയാണ്. ഇനി ഈ പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന ആളുകളെ പ്രതീകമായിട്ട് സോമരാജനും ഈ കഥയിൽ നിലകൊള്ളുന്നു.
ഇനി ഈ കഥയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം, നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് ജീവിതത്തിൽ ഒന്നും നേടാത്ത മനുഷ്യന്റെ പ്രതീകമായ ഈ കഥയിലുണ്ട്. അത് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള വികാസ് റോയിയാണ്. സമൂഹത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതലേ അദ്ദേഹം പാർട്ടി പ്രവർത്തനം തുടങ്ങി. ആ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാമൂഹിക സേവനം എന്ന രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം ഇപ്പോ ഈ കഥയിൽ അവതരിപ്പിക്കുമ്പോൾ 60 വയസ്സായി. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആകെ സ്വത്ത് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു 2 മുറിയുള്ള ഒരു ഫ്ലാറ്റ്, പഴയ ഒരു മാരുതി കാറ്, ആസ്മ അസുഖം, ഈ 3 കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ്. സ്വന്തം ഭാര്യ പോലും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒന്നും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഈ അഞ്ചാമതായിട്ട് കഥയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, 60-ാം വയസ്സിലും പാർട്ടിയുടെ സകല പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച വികാസ് റോയി തന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചാണ്. അങ്ങനെ അദ്ദേഹം, നമ്മൾ കഥയിൽ ആദ്യ കഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, അദ്ദേഹം ഭാര്യയുടെ ആ ഒരു അവസ്ഥ ഓർത്തുകൊണ്ട് തന്നെ 60-ാം വയസ്സിൽ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ഉപേക്ഷിക്കാണ്, നിർത്തിയിട്ട് തന്റെ ഭാര്യയുടെ അടുക്കിലേക്ക് പോവാണ്. പോകുന്ന വഴിയാണ് ഈ ട്രെയിനിൽ വെച്ച് അരക്ഷിതരായിട്ടുള്ള, ദരിദ്രരായിട്ടുള്ള ബംഗാളിലെ തൊഴിലാളികളെയൊക്കെ അദ്ദേഹം കാണുന്നു. ഈ ഇവിടുന്ന് ഈ കഥ, ഈ ട്രെയിനിൽ വെച്ച് തന്നെ അദ്ദേഹം കാണുന്ന മറ്റൊരാളാണ് ഇദ്ദേഹത്തിന് തലയണ വീർപ്പിച്ച് നൽകുന്ന ഭൂപൻ. ഈ ഭൂപനെ കുറിച്ച് പറയുന്ന നന്ദിഗ്രാം അറിയാം, നമുക്കറിയാം ബംഗാളിലെ നന്ദിഗ്രാം നമ്മൾ വാർത്തകളിലൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. നന്ദിഗ്രാമില് അനാഥനായി തീർന്ന ഒരു ആളാണ് ഈ ഭൂപൻ. ഈ ഭൂപനെ കാണുന്നു. ഇതെല്ലാം കണ്ടിട്ട് മനം നൊന്ത, ഒത്തിരി മനസ്സിന്റെ വേദന, ഈ തൊഴിലാളികളുടെ പ്രശ്നം, ഭൂപന്റെ പ്രശ്നം, ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലെ വേദനയായി വികാസ് റോയി കുടുംബത്തെയും അസുഖത്തെയൊക്കെ അവഗണിച്ചിട്ട് അവരുടെ രക്ഷകനായിട്ട് വീണ്ടും ട്രേഡ് യൂണിയൻ നേതാവാകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ വികാസ് റോയി തന്റെ കുടുംബത്തിലേക്കുള്ള തിരിച്ചുപോക്ക് അവസാനിപ്പിച്ച് നിർത്തിയിട്ട് വീണ്ടും ഈ മനുഷ്യരുടെ, ഈ പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹം വീണ്ടും ഇറങ്ങിത്തിരിക്കുകയാണ്. ഇനി ഈ കഥയിലെ ശ്വാസം എന്നുള്ള തലക്കെട്ടും കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ശ്വാസം എന്ന തലക്കെട്ട് പല അർത്ഥങ്ങൾ തരുന്നുണ്ട്. ഈ ജീവശ്വാസത്തോളം പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരു സഖാവിന്റെ വേദനകൾ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതായത് ജീവശ്വാസം, തന്റെ ജീവശ്വാസം നഷ്ടപ്പെടുത്താൻ പോലും പറ്റുന്ന രീതിയിൽ അദ്ദേഹം തന്റെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയാണ്, അതിനെ വളർത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്ന എന്താണ്? വേറെ സ്വത്തോ കാര്യങ്ങളൊന്നും ഇല്ല. അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് കാണുന്നത്, ട്രെയിനിൽ വെച്ച് തലയിണയിൽ കാറ്റ് ഊതി നിറച്ചു കൊടുക്കുന്ന ഭൂപനെ കുറിച്ചും ഈ പറയുമ്പോൾ നമ്മൾ ഈ ശ്വാസം എന്നുള്ള തലക്കെട്ട് നമുക്കിതിൽ ചേർത്ത് വെക്കാൻ വേണ്ടി കഴിയും. കാരണം ആ തലയിണയിൽ തലവെച്ച് ഉറങ്ങുന്ന ഭൂപനെ പോലുള്ള അനേകം ആളുകളുടെ ജീവശ്വാസത്തെക്കുറിച്ച് വികാസ് റോയ് ചിന്തിക്കുകയാണ്. അങ്ങനെ വീണ്ടും പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയാണ്. കാരണം അദ്ദേഹം ഈ തലയിണയിൽ തലവെക്കുമ്പോൾ 2 കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ അവിടെ ട്രെയിനിലുള്ള ഇതേപോലെ ഭൂമിനെ പോലുള്ള മറ്റനേകം ബംഗാളിലെ പാവപ്പെട്ട തൊഴിലാളികളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ ജീവശ്വാസം വഴിയാണ് താനും ജീവിക്കുന്നുള്ള ചിന്ത ഈ വികാസ് റോയിയുടെ മനസ്സിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ കഥയിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പ്രവാസത്തിന്റെ മറ്റൊരു വ്യത്യസ്തമായിട്ടൊരു തലമാണ് സന്തോഷ് ചിക്കാനം ഈ കഥയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. കഥ എല്ലാവരും നന്നായിട്ട് വായിക്കുക, അതിനുശേഷം ക്ലാസ്സും നന്നായിട്ട് കേൾക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.